റെഡിയല്ലേ? സുഗന്ധം ഉപയോഗിക്കുക മറ്റുള്ളവർക്ക് സന്തോഷം ലഭിക്കുന്ന ഒരു സംഗതിയാണ്. സുഗന്ധം എന്നുള്ളത് നബിതങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ളൊരു സംഗതിയായിരുന്നു. അത്തർ പൂശ എന്നുള്ളത് നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചില സംഗതികൾ എണ്ണിയ കൂട്ടത്തിൽ അത്തീബ് എന്ന് കാണാം. സുഗന്ധം ഉപയോഗിക്കാം. ഞാൻ എന്തിനാണ് ഇപ്പോൾ അത് പറഞ്ഞതെന്നറിയാം അല്ലേ? സുഗന്ധം നമ്മുടെ മനസ്സിന് വലിയ സമാധാനം നൽകുന്നൊരു സംഗതിയാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ബലാഹുകൾ നീങ്ങാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ബലാഹുകൾ നീങ്ങാൻ, ഇടങ്ങേറുകൾ മുസീബത്തുകൾ മാറിക്കിട്ടാനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ദുആ. ഈ ദുആ എടുക്കപ്പെട്ടത് ഫാത്തിഹ സൂറത്തിൽ നിന്നാണ്. നമുക്കൊക്കെ ചൊല്ലാൻ പറ്റുന്ന എളുപ്പമുള്ളൊരു വഴി കൂടിയാണ്. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. എങ്ങനെയാണ് ആ പ്രാർത്ഥന ചൊല്ലുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ഹബീബായ നബി തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ പല വിഷമങ്ങളുള്ളവരാണ്. കൽബിൽ ഒരുപാട് സങ്കടങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉള്ളവരാണ്. ഇതൊക്കെ പരിഹരിച്ചു കിട്ടണമെന്നും നീങ്ങി കിട്ടണമെന്നും സന്തോഷം ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. കാരണം ദിവസവും എനിക്ക് ഒരുപാട് ആളുകൾ വിളിക്കുകയും സങ്കടം പറയുകയും പ്രശ്നപരിഹാരങ്ങൾ തേടുകയും, ഒരുപാട് ആളുകൾ നമ്മൾ ചെയ്തു കൊടുത്ത പരിഹാരങ്ങൾക്ക് ഉസ്താദെ ഫലം കിട്ടിയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഇന്നും വിളിച്ചിട്ട് വലിയ സന്തോഷം അറിയിച്ചിട്ട് മകൻ്റെ ജോലിക്കാര്യം പറഞ്ഞ്, മകൻ്റെ വിവാഹകാര്യം പറഞ്ഞ്, അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ ദുആ ഇറക്കണം പറഞ്ഞ് പ്രശ്നപരിഹാരം തേടിയ ഒരു സഹോദരി വിളിച്ചിട്ട് വലിയ സന്തോഷം എന്ന് അറിയിച്ചു. എനിക്കത് ഇന്നത്തെ ദിവസത്തിൽ കേട്ടതിൽ ഏറ്റവും വലിയ സന്തോഷം തോന്നിയ ഒരു പരിഹാരം അതായിരുന്നു. അതായത് ദിവസവും വീട്ടിൽ വന്ന് കുടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു ഭർത്താവ്, അതായത് എല്ലാ ദിവസവും കള്ളു കുടിച്ചു വരും, വീട്ടിൽ പ്രശ്നവും പ്രയാസമായിട്ട് ഭാര്യനെ തല്ല, മക്കളെ പ്രശ്നം ഉണ്ടാക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെ കഴിഞ്ഞിരുന്നൊരു മനുഷ്യൻ ഞാൻ അള്ളാഹുവിൻ്റെ ഇസ്മു വെച്ചിട്ടുള്ളൊരു അമല് ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കാനുള്ളൊരു അമല് ചെയ്തു കൊടുത്തു. അൽഹംദുലില്ലാഹ് അത് കൃത്യമായി ആ ഉമ്മ ചെയ്തു. അങ്ങനെ പറയാൻ പറ്റും. അവർ കൃത്യമായി ഞാൻ പറഞ്ഞതുപോലെ ഓതേണ്ടത് ഓതുകയും കൃത്യമായി ചെയ്യാൻ പറഞ്ഞതുപോലെ ചെയ്തു. അൽഹംദുലില്ലാഹ് ഭർത്താവിൻ്റെ സ്വഭാവം അടിമുടി മാറിയെന്ന് വെച്ചാൽ ഇപ്പം കള്ളുകൂടി അവർ സ്ഥിരമായി മദ്യം കഴിച്ചിരുന്ന ആ സ്വഭാവം മാറ്റിവെച്ചു എന്ന് ഇന്നിപ്പോൾ കുറച്ചു മുമ്പ് ഞാൻ കേട്ടൊരു സന്തോഷ വാർത്തയാണ്. കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അൽഹംദുലില്ലാഹ് ഇതുപോലെ എത്രയോ ആളുകൾ നമ്മൾ കാരണം ആർക്കെങ്കിലും ഒരു ഗുണം കിട്ടിയാൽ നമുക്കും അതിൻ്റെ ഒരു പ്രതിഫലം കിട്ടുമല്ലോ എന്നുള്ള സന്തോഷമാണ് നമുക്ക്, അല്ലേ? അള്ളാഹു അത്തരത്തിൽ എല്ലാ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും പരിഹാരം നൽകുമാറാകട്ടെ. അള്ളാഹിൻ്റെ അടുക്കൽ നിന്നും വലിയ പരിഹാരം നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്ക് വരുന്ന ബലാഹുകളെ തട്ടാൻ, ഇടങ്ങേറുകൾ മാറാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാൻ, മുസീബാത്തുകൾ നീങ്ങിക്കിട്ടാൻ ലിദഫ്ഇൽ ബലാ ഈ മഹാന്മാർ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും മഹാനായ അലിയാർ തങ്ങളോട് അവിടുന്ന് വസിയ്യത്ത് ചെയ്ത ഒരു വസിയ്യത്തിനെ സംബന്ധിച്ച് മഹാന്മാർ പഠിപ്പിച്ചിരുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔസ അലിയൻ, അലി റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്യാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ് എന്ത് ചെയ്യണം? അയ്യഖൂല അവിടുന്ന് പറയാൻ, എന്ത് ഈ ബലാഹുകൾ നീങ്ങാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി പറയാണ് എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അല്ലാഹുമ്മ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. സൂറത്തുൽ ഫാത്തിഹയിൽ ഒരു ആയത്താണ് എന്ത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹയിലെ ആയത്താണ്. ഇതിൻ്റെ ഇടയിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ഒരു ദിക്ർ കൂടെ ചേർത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അല്ലാഹുമ്മ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആരെങ്കിലും ഒരാൾ ഇത് നിത്യമായി നിരന്തരമായി ചൊല്ലുകയാണ് എങ്കിൽ ലയദ്ഫഉല്ലാഹു അൻഹുൽ ബലായ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിയാത്തുകളെ, ഇടങ്ങേറുകളെ, മുസീബത്തുകളെ, അപകടങ്ങളെ, ഈ വെറുക്കപ്പെടുന്ന സംഗതികളെ ഒക്കെ നീക്കിക്കൊടുക്കുന്നതാണ്. അല്ലാഹു തട്ടിമാറ്റി കൊടുക്കും. നോക്കുങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള ഇടങ്ങേറുകൾ മാറാൻ, ഇത് ഇന്ന ഇടങ്ങേറ് സാമ്പത്തികമായ ബുദ്ധിമുട്ടോ എന്നോ അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടോ എന്നോ ശാരീരികമായ ബുദ്ധിമുട്ടോ ഒന്നുമല്ല, മറിച്ച് എന്തൊക്കെ ബലാഹുകളുണ്ടോ അതൊക്കെ തട്ടി മാറാൻ ഈ ഒരു ദുആഇനെ പറഞ്ഞ വളരെ എളുപ്പമല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അല്ലാഹുമ്മ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലേ? വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനും ചൊല്ലാനും ഒക്കെ പറ്റിയ ഒരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് പതിവാക്കൂലേ? നിശ്ചിത എണ്ണം എന്നൊന്നുമില്ല. എത്രയാണോ ചൊല്ലാൻ പറ്റുക അത്രയും അധികരിപ്പിക്കാം. എത്രയാണോ നമുക്ക് കൂടുതൽ ചൊല്ലാൻ പറ്റുന്നത്, ഈ പറഞ്ഞു വരുന്ന ദിക്റുകളും ദുആകളും ഒക്കെ പലപ്പോഴും ചില ആളുകൾ വിളിച്ചിട്ട് നമ്മൾ ഒരുപാട് സംഗതികൾ ചെയ്തു അതിന് ഫലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. എല്ലാവരും ഇപ്പോൾ ഫലം കിട്ടുന്നു എന്നല്ലല്ലോ പറയാം. ഫലം കിട്ടാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർ പലരും പറയുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ കാര്യമൊന്നും റാഹത്തായി കിട്ടുന്നില്ല.
നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു ഓഫറാണത്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക. കാരണം എന്താ, നാളെ നമ്മൾ ചെയ്യുന്ന ദുആകൾ സ്വീകരിക്കപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ സന്തോഷിക്കുക വേണ്ടത്. നാളെ മഹ്ശറിൽ നിന്ന് ഇതിനൊക്കെ ഫലം കിട്ടുമെന്നുള്ളത്. രണ്ടാമത്തത്, നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഫാൾട്ടുകളുണ്ട് എങ്കിൽ, എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ട് എങ്കിൽ നമ്മുടെ ആ ചെയ്യുന്ന അമൽ എന്ത് ചെയ്യില്ല, സ്വീകരിക്കപ്പെടില്ല. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ആ നിസ്കാരം സ്വീകരിച്ചോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ. നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നു, അതുപോലെ മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ സ്വീകരിച്ചോ ഇല്ലയോ നമുക്ക് അറിയണില്ല. കാരണം ഇതിൻ്റെയൊക്കെ ഫലം കാണേണ്ടത് നാളെ ആഖിറത്തിലാണ്. എന്നാൽ നമ്മൾ ഇങ്ങനത്തെയുള്ള ആത്മീയമായ ചികിത്സകൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ദുനിയാവിൽ വെച്ച് തന്നെ അതിൻ്റെ ഫലം കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കടബാധ്യത തീർന്നു കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അത് തീരാനുള്ള ഒരു അമൽ ഒരാൾ ചെയ്തു. അപ്പോൾ അത് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതിൻ്റെ ഫലം കണ്ടു കിട്ടണം, അല്ലേ? നമുക്ക് കടങ്ങളൊക്കെ തീർന്നു കിട്ടണം. ഒരാൾ എത്ര ചെയ്തിട്ടും അയാളുടെ കടങ്ങൾ തീരുന്നില്ല. എന്നാൽ അയാൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ചെയ്തതിൽ എന്തോ ഒരു ഫാൾട്ട് സംഭവിച്ചു, എന്തോ ഒരു കുഴപ്പം സംഭവിച്ചുകൊണ്ടാണ്, ഞാൻ ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഓതിയ ഖുർആനിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടാകും. അതൊക്കെ കൃത്യമായി പരിഹരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കാര്യത്തിന് റാഹത്ത് ലഭിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേജാറാകേണ്ടതില്ല. കാരണം മഹാന്മാരൊരു അമല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തവർക്ക് ഫലം കിട്ടിയതായതുകൊണ്ടാണല്ലോ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തിട്ട് അതിന് ഫലം കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്തതിൽ എന്തൊക്കെയോ ഒരു പിഴവ് സംഭവിച്ചു പോയി എന്ന് കരുതി രണ്ടാമത് വീണ്ടും ചെയ്യാൻ ശ്രമിക്കാം. കാരണം ഇത് ഓരോ തവണ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കൂലി കിട്ടുകയാണല്ലോ, കൂലി തടയപ്പെടുന്നില്ലല്ലോ. നമുക്ക് ആ ചെയ്യുന്ന ഇപ്പോൾ ഖുർആൻ ഓതുന്നതിൻ്റെ, ദിക്ർ ചൊല്ലുന്നതിൻ്റെ, ഇസ്മുകൾ ചൊല്ലുന്നതിൻ്റെയൊക്കെ കൂലി നമുക്കിങ്ങനെ എഴുതപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് ബേജാറാകേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുമാറാകട്ടെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന ദുആ ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, അല്ലാഹുമ്മ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഈ ഒരു ദിക്ർ, ഈ ഒരു ദുആ ഇൻഷാ അല്ലാഹ് പതിവാക്കുക, ജീവിതത്തിൽ പതിവാക്കുക. എത്ര വലിയ ബലാഗുകളാണെങ്കിലും, എത്ര വലിയ മുസീബത്തുകളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വലിയ ഫലം നൽകും. അതിനെ തട്ടി മാറ്റിയിട്ട് നിങ്ങൾക്ക് വലിയ കാവലും സന്തോഷവും അല്ലാഹു നൽകും. അല്ലാഹു തൗഫീഖ് നൽകുമാറാട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യാൻ മറക്കരുത്. കാരണം ഇതുപോലെയുള്ള അമലുകളുടെയൊക്കെ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനൊക്കെ അത് ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്താം. അതുപോലെ ദുആ വസിയത്തുകൾ ചെയ്യും. ഒരുപാട് ആളുകൾ പലരും ദുആ വസിയത്തുകൾ ചെയ്യുന്നവരുണ്ട്. റീപ്ലൈ തരാൻ പലപ്പോഴും സമയം കിട്ടാത്തത് കുറവുകൊണ്ടാണ്, അതുപോലെ തന്നെ തിരക്കായതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ്. എന്നാലും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ മാക്സിമം വായിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മജ്ലിസുകളിലൊക്കെ ദുആ ഇറക്കാറുണ്ട്. അല്ലാഹു എല്ലാവർക്കും സന്തോഷം നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതുപോലെ ഇനി എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നപരിഹാരങ്ങൾ ചോദിക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ ഇനി വായിക്കാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ഇനി ബേജാറാവണ്ട. വാട്സപ്പിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കഴിവിൻ്റെ പരമാവധി മറുപടി തരാൻ ശ്രമിക്കും. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.